മലയാളം കലണ്ടറിലെ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലാണ് തൃപ്രയാർ ഏകാദശി ആചരിക്കുന്നത്. 2024 തൃപ്രയാർ ഏകാദശി നവംബർ 26 ഇന്നാണ് ആ ദിവസം. കേരളത്തിലെ തൃശ്ശൂർ പട്ടണത്തിനടുത്തുള്ള തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ 14 ദിവസമാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ഏകാദശി നാളുകളിൽ ശാസ്താവിൻ്റെ ഘോഷയാത്ര നടക്കും. തീർവാ നദിയുടെ തീരത്താണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്പന്ന ഏകാദശി അല്ലെങ്കിൽ ഉൽപ്പത്തി ഏകാദശി എന്നാണ് തൃപ്രയാർ ഏകാദശിയെ അറിയപ്പെടുന്നത്. തെലുങ്ക്, മറാഠി, ഗുജറാത്തി, കന്നഡ കലണ്ടറുകൾ പ്രകാരം കാർത്തിക കൃഷ്ണ ഏകാദശി എന്നും പറയപ്പെടുന്നു. ഉത്തരേന്ത്യൻ കലണ്ടറുകൾ പ്രകാരം മാർഗശീർഷ കൃഷ്ണ ഏകാദശിയുമാണ്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് തൃപ്രയാർ ഏകാദശി. ദശമി ദിനത്തിൽ ഏകാദശിയുടെ തലേ ദിവസം ശാസ്താവിൻ്റെ ഘോഷയാത്രയുണ്ട്. ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ശ്രീരാമൻ്റെ ഉത്സവ വിഗ്രഹം ആനപ്പുറത്ത് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. ഭഗവാനെ 21 ആനകൾ അനുഗമിക്കുന്നു. ഈ ദിവ്യ ഘോഷയാത്ര വീക്ഷിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഭക്തരും ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുകയും പിറ്റേന്ന് രാവിലെ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പ്രത്യേക സായാഹ്ന പൂജകളും ചടങ്ങുകളും നടക്കുന്നുണ്ട്. തൃപ്രയാർ ക്ഷേത്രം ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്നതും രാമന് സമർപ്പിച്ചിരിക്കുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ്. ദക്ഷിണേന്ത്യൻ ക്ഷേത്രം അതിൻ്റെ വാസ്തുവിദ്യയ്ക്കും ഒരു വലിയ കുളം ഉൾപ്പെടെയുള്ള ശാന്തസുന്ദരമായ ചുറ്റുപാടുകൾക്ക് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ലോകപ്രശസ്തമാണ്. തൃപ്രയാർ ഭഗവാന് ആടിയ എണ്ണ വാതത്തിനും പിത്തത്തിനും വളരെ ഉത്തമമായ ഔഷധമാണെന്നാണ് വിശ്വാസം. പുഴക്കടവിലെ മീനൂട്ട്, കളഭാഭിഷേകം, ഉദയാസ്തമന പൂജ, അവൽ നിവേദ്യം, തുലാഭാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. സർവാഭീഷ്ട സിദ്ധിക്കായി മുഖമണ്ഡപത്തിൽ രാമായണം, സുന്ദരകാന്ഡം പാരായണം ചെയ്യാറുണ്ട്. വെടിവഴിപാടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. തൃപ്രയാർ ക്ഷേത്രത്തിൽ കൊടിമരം ഇല്ല എന്ന പ്രത്യേകതയും ഉണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് 3 കഷ്ണമായ ശ്രീരാമ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഗോളക ചാർത്തിയിരിക്കുകയാണ്. രാവണ നിഗ്രഹത്തിന് ശേഷം പ്രപഞ്ച സംരക്ഷണത്തിനായി കാത്തിരിക്കുന്ന ശ്രീരാമൻ എന്നാണ് ഈ ക്ഷേത്രത്തിലെ സങ്കല്പം. ഏവർക്കും തൃപ്രയാർ ഏകാദശി ആശംസകൾ. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.